നിങ്ങൾ അവളെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഒരു തവണ ഈ വീഡിയോ തീർച്ചയായും പൂർണ്ണമായി കണ്ടുനോക്കൂ. മിക്ക പുരുഷന്മാരും വളരെ നേരത്തെ തന്നെ ഉപേക്ഷിക്കുന്നു. അവർ യുദ്ധം പോലും ശരിക്കു തുടങ്ങുന്നതിന് മുൻപ് തോറ്റു എന്ന് കരുതി പിന്മാറുന്നു. അവൾ പെട്ടെന്ന് അകന്നു പോകുന്നു, മുൻപുണ്ടായിരുന്നതുപോലെ സംസാരിക്കുന്നില്ല, മറുപടികൾ വൈകുന്നു, ദൂരം പാലിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അവസാനിച്ചു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അവസരം. തോറ്റു എന്ന് കരുതി പിന്മാറാതെ, ആരെയും ചേസ് ചെയ്യാതെ, യാചിക്കാതെ, സ്വയം ബഹുമാനം നഷ്ടപ്പെടുത്താതെ എല്ലാം നിങ്ങളുടെ അനുകൂലത്തിലേക്ക് മാറ്റാൻ കഴിയും. മിക്ക പുരുഷന്മാരും ഈ രഹസ്യം മനസ്സിലാക്കുന്നില്ല. അവർ വളരെ വേഗം വൈകാരികരാകുന്നു, അത്യാവശ്യം കാണിക്കുന്നു, അമിതമായി ശ്രമിക്കുന്നു. അതാണ് ബന്ധം നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാക്കി പ്രയോഗിച്ചാൽ നിങ്ങൾ മിക്ക പുരുഷന്മാരും ഒരിക്കലും എത്താൻ പോലും കഴിയാത്ത ഒരു ശക്തമായ നിലയിലെത്തും. നമുക്ക് തുടങ്ങാം. അവൾ അകന്നു പോകുന്നതിന്റെ യഥാർത്ഥ കാരണം. അവൾ ദൂരം പാലിക്കാൻ തുടങ്ങിയാൽ മിക്ക പുരുഷന്മാരും പെട്ടെന്ന് പാനിക്കാകുന്നു. അവൾക്ക് താൽപ്പര്യം നഷ്ടപ്പെട്ടു, മറ്റൊരാളെ കണ്ടെത്തി, നമ്മളെ ഇനി കരുതുന്നില്ല എന്നൊക്കെ കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇതിനേക്കാൾ വളരെ ആഴത്തിലാണ്. സ്ത്രീകൾ ഒരു ദിവസം കൊണ്ട് താൽപ്പര്യം നഷ്ടപ്പെടുത്തുന്നില്ല, ഇത് പതിയെ പതിയെ ഘട്ടം ഘട്ടമായാണ് സംഭവിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ അവൾക്ക് ചേസ് ചെയ്യുന്നതിന്റെ ആവേശവും നിഗൂഢതയും രസവും നഷ്ടപ്പെടുന്നു. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ടെൻഷനും ആവേശവും ഇപ്പോൾ ഇല്ലാതാവുന്നു. നിങ്ങളുടെ വികാരങ്ങൾ അവൾക്ക് പൂർണ്ണമായി അറിയാവുന്നതും എല്ലാം പ്രവചിക്കാവുന്നതുമായി മാറുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവൾ നിങ്ങളുടെ വൈകാരിക നിയന്ത്രണം പരീക്ഷിക്കുന്നു. വൈകാരികമായ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് അവൾ നോക്കുന്നു. നിങ്ങൾ പാനിക്കാകുന്നോ, അമിതമായി മെസ്സേജ് ചെയ്യുന്നോ, യാചിക്കുന്നോ, അതോ ശാന്തമായി നിൽക്കുന്നോ എന്ന് അവൾ പരീക്ഷിക്കുന്നു. അവൾക്ക് വീണ്ടും ആകർഷണം തോന്നാൻ കുറച്ച് ദൂരവും സ്പേസും വേണം. ആകർഷണം വെറും വാക്കുകളില്ല, ദൂരത്തിലും ടെൻഷനിലും വികാരങ്ങളിലുമാണ് ഉണ്ടാവുന്നത്. എല്ലാം എപ്പോഴും ലഭ്യമായിരുന്നാൽ അതിന്റെ വില വളരെ വേഗം കുറയുന്നു. മിക്ക പുരുഷന്മാരും ഇവിടെ വലിയ തെറ്റുവരുത്തുന്നു. അവൾ അകന്നാൽ അവരും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു, കൂടുതൽ മെസ്സേജുകൾ അയക്കുന്നു, കോളുകൾ ചെയ്യുന്നു, കൂടുതൽ ശ്രമിക്കുന്നു. ഇത് ചെയ്താൽ അവൾക്ക് നിങ്ങളുടെ ശ്രദ്ധ ലഭിക്കാൻ യാതൊരു ശ്രമവും വേണ്ടിവരുന്നില്ല, അതോടെ ആകർഷണം പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാത്ത സൈലന്റ് ടെസ്റ്റ്. അവൾ അകന്നു പോകുന്നത് പലപ്പോഴും ഒരു അബോധപൂർവമായ ടെസ്റ്റാണ്. അവൾ നോക്കുന്നത് നിങ്ങൾ വൈകാരികമായി ശക്തനാണോ, ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടോ എന്നാണ്. നിങ്ങൾ ചേസ് ചെയ്യുമോ, അതോ സ്വന്തം നിലപാട് ഉറച്ചു നിൽക്കുമോ എന്നും, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറ്റ് ഓപ്ഷനുകൾ ഉണ്ടോ എന്നും അവൾ പരീക്ഷിക്കുന്നു. മിക്ക പുരുഷന്മാരും ഈ ടെസ്റ്റിൽ പരാജയപ്പെടുന്നു. അവൾ മറുപടി തരാത്തപ്പോൾ വീണ്ടും മെസ്സേജ് അയക്കുന്നു. അവൾ സമയം എടുക്കുമ്പോൾ എല്ലാം ഓക്കെയാണോ എന്ന് ചോദിക്കുന്നു. പ്ലാൻ ക്യാൻസൽ ചെയ്താൽ ഉടൻ മറ്റൊരു ദിവസം ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഓരോ പ്രതികരണവും അവൾക്ക് എനിക്ക് ഇയാളെ പൂർണ്ണമായി നിയന്ത്രിക്കാം എന്ന തോന്നൽ നൽകുന്നു. പക്ഷേ ജയിക്കുന്ന പുരുഷന്മാർ തികച്ചും വ്യത്യസ്തമായി പെരുമാറുന്നു. അവർ വൈകാരികമായി പ്രതികരിക്കുന്നില്ല, ചേസ് ചെയ്യുന്നില്ല, ഉത്തരങ്ങൾക്കായി യാചിക്കുന്നില്ല, അവർ ശാന്തമായി തങ്ങളുടെ നിലപാട് നിലനിർത്തുന്നു. അപ്പോൾ അവൾക്ക് അപ്രതീക്ഷിതമായ പശ്ചാത്താപവും ആകർഷണവും തോന്നാൻ തുടങ്ങുന്നു. ദൂരത്തിന്റെ ശക്തി. സ്ത്രീകൾ സ്ഥിരമായ സാന്നിധ്യത്തിലല്ല, മറിച്ച് അസാന്നിധ്യത്തിലാണ് കൂടുതൽ പ്രണയവും ആകർഷണവും തോന്നുന്നത്. നിങ്ങൾ സ്വതന്ത്രമായി കൂടുതൽ കൊടുക്കുന്നില്ലെങ്കിൽ അവൾ അതിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കും. എപ്പോഴും ലഭ്യമായിരുന്നാൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകും. പക്ഷേ അത് പെട്ടെന്ന് അകന്നാൽ അത് ആവശ്യമായും മിസ് ചെയ്യുന്നതുമായി മാറും. അതുകൊണ്ട് ശരിയായ സമയത്ത് പിന്നോട്ട് മാറുകയാണ് ഏറ്റവും ശക്തമായ നീക്കം. അവൾക്ക് ആദ്യം മെസ്സേജ് അയക്കാതിരിക്കുക. അവളുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യാതിരിക്കുക. അവൾക്ക് വേണ്ടി നിങ്ങളുടെ ഷെഡ്യൂൾ മാറ്റാതെ സ്വന്തം ജീവിതത്തിനും ലക്ഷ്യങ്ങൾക്കും മുൻഗണന നൽകുക. നിങ്ങൾ പ്രവചിക്കാവുന്നവനല്ലാത്തപ്പോൾ, എളുപ്പത്തിൽ ലഭ്യമല്ലാത്തപ്പോൾ, ഉടൻ പ്രതികരിക്കാത്തപ്പോൾ അവൾ നിങ്ങളുടെ അസാന്നിധ്യം ശ്രദ്ധിക്കാൻ തുടങ്ങും. ചേസ് ചെയ്യുന്നതിന് പകരം എന്തു ചെയ്യണം? മിക്ക പുരുഷന്മാരും ഈ സാഹചര്യം ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്, ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു, ദയവായി മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് ജയിക്കാം എന്ന് കരുതുന്നു. പക്ഷേ ആകർഷണം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അവൾ ദൂരം പാലിക്കുമ്പോൾ നിങ്ങളും അതേ ദൂരം പാലിക്കുക. അമിതമായി ശ്രമിക്കാതെ ന്യൂട്രലായി നിൽക്കുക. അവൾ മെസ്സേജ് ചെയ്താൽ മറുപടി തരുക, പക്ഷേ അമിതമായി സമയവും ഊർജവും ചെലവഴിക്കരുത്.
അവൾ മെസ്സേജ് ചെയ്താൽ എങ്ങനെ കൈകാര്യം ചെയ്യണം? അവൾ ദീർഘകാലം മറഞ്ഞിരുന്നതിനു ശേഷം പെട്ടെന്ന് ഹേയ് അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജ് അയച്ചാൽ ഉടൻ വലിയ ഉത്സാഹം കാണിക്കരുത്. അത് ഏറ്റവും വലിയ സന്തോഷമായി കാണിക്കരുത്. ശാന്തമായും ആത്മവിശ്വാസത്തോടെയും മറുപടി തരുക. അവൾ സീരിയസായി തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ അവസരം നൽകുക. പഴയ പോലെ അമിതമായി സമയം കൊടുക്കരുത്. പഴയ പാറ്റേണുകളിലേക്ക് വീഴരുത്. നിങ്ങൾ മാറിയെന്നും ഇനി എളുപ്പത്തിൽ ലഭ്യമല്ലെന്നും അവൾക്ക് തോന്നണം. നിങ്ങൾ ശാന്തമായി നിന്നാൽ അവൾ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കുകയും നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും. ഇത് ബന്ധത്തിന്റെ ഗെയിം മാറ്റുന്ന നിമിഷമാണ്. അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാ സ്ത്രീകളും തിരിച്ചുവരില്ല എന്ന സത്യം നിങ്ങൾ സ്വീകരിക്കണം. അവൾ അകന്ന് തിരിച്ചുവരുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമല്ല, മറിച്ച് തെറ്റായ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതാണ്. നിങ്ങൾ ചേസ് ചെയ്താൽ മാത്രം ബന്ധം നിലനിർത്തുന്ന സ്ത്രീയല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് അർഹിക്കുന്നത്. അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുക. അത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുതരും. സ്വന്തം ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല കാര്യങ്ങൾ സ്വയം വരും. സൈലൻസിന്റെ ശക്തി. സൈലൻസ് ഏറ്റവും ശക്തമായ മറുപടിയാണ്. അവൾ അകന്നു പോകുമ്പോൾ പലരും വിശദീകരിക്കാൻ ഓടുകയോ യാചിക്കുകയോ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥ ശക്തി സൈലൻസിലാണ്. സൈലൻസ് നിഗൂഢത സൃഷ്ടിക്കുന്നു, അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു, അവളുടെ മനസ്സിലെ ഭാരം വർദ്ധിപ്പിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ അവൾ അത് അത്ര ശ്രദ്ധിക്കില്ല, നിങ്ങൾ തിരിച്ചുവരുമെന്ന് അവൾ കരുതും. പക്ഷേ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ, ഒരാഴ്ചയാകുമ്പോൾ, പിന്നീട് ആഴ്ചകൾ കഴിയുമ്പോൾ അവൾക്ക് എന്തോ വലിയ മാറ്റം സംഭവിച്ചു എന്ന് മനസ്സിലാവും. നിങ്ങൾ മുൻപ് എപ്പോഴും ലഭ്യനായിരുന്നത് ഇപ്പോൾ ഇല്ല, നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നില്ല, കോൾ ചെയ്യുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ഈ സൈലൻസ് അവളുടെ മനസ്സിനുള്ളിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിക്കും. അത് അവളെ നിങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അവൾ നിങ്ങളുടെ അസാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ അവൾക്ക് നല്ലതായി തോന്നാം. ചിലപ്പോൾ അവൾക്ക് റിലീഫ് പോലും തോന്നാം. പക്ഷേ പതിയെ പതിയെ സ്ഥിതി മാറുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾ ഫോൺ കൂടുതൽ തവണ ചെക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളിൽ നിന്ന് ഒരു മെസ്സേജ് വരുമോ എന്ന് പ്രതീക്ഷിക്കും. പഴയ ചാറ്റുകൾ വായിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പഴയ ഫോട്ടോകൾ, സ്റ്റാറ്റസുകൾ എന്നിവ നോക്കും. അപ്പോൾ അവൾക്ക് ആദ്യമായി അനിശ്ചിതത്വം തോന്നാൻ തുടങ്ങും. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? അവൻ എന്നെ മിസ് ചെയ്യുന്നില്ലേ? അവൻ മറ്റൊരാളോട് സംസാരിക്കുന്നുണ്ടോ എന്നീ ചിന്തകൾ അവളുടെ മനസ്സിൽ തുടർച്ചയായി വരും. ഇപ്പോൾ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല എന്നത് അവളെ വല്ലാതെ ബാധിക്കും. നിങ്ങളുടെ അസാന്നിധ്യം അവൾക്ക് ഒരു വലിയ ശൂന്യതയായി മാറും. അവൾ നിങ്ങളുടെ മൂല്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ തുടങ്ങും. അന്തിമ മനോഭാവമാറ്റം. നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ മനോഭാവമാറ്റം. നിങ്ങൾ എപ്പോഴും ലഭ്യനായിരിക്കരുത്, എപ്പോഴും ചേസ് ചെയ്യുന്നവനായിരിക്കരുത്. പകരം സ്വന്തം ജീവിതത്തിന്, സ്വന്തം ലക്ഷ്യങ്ങൾക്ക്, സ്വന്തം വളർച്ചയ്ക്ക് മുൻഗണന നൽകുക. നിങ്ങളുടെ ജോലി, ഹോബികൾ, ഫിറ്റ്നസ്, സുഹൃത്തുക്കൾ, വ്യക്തിഗത മുന്നേറ്റം എന്നിവയിൽ ഫോക്കസ് ചെയ്യുക. അവൾക്ക് സ്പേസ് കൊടുക്കുക. അവളെ മിസ് ചെയ്യാൻ അനുവദിക്കുക. നിങ്ങൾ അവളെ ആശ്രയിക്കുന്നില്ല എന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം അവളുടെ കണ്ണുകളിൽ വളരെ വർദ്ധിക്കും. നിങ്ങൾ ഒരു ചേസർ ആയിരിക്കുന്നതിന് പകരം ഒരു ഉയർന്ന നിലവാരമുള്ള, ആത്മവിശ്വാസമുള്ള, സ്വയംപര്യാപ്തനായ മനുഷ്യനായിരിക്കുക. ചേസ് ചെയ്ത് ജയിക്കുന്നതിന് പകരം ചേസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത മനുഷ്യനായി മാറുക. നിങ്ങളുടെ സമയത്തിനും ഊർജ്ജത്തിനും വില കൽപ്പിക്കുക. അവൾ നിങ്ങളുടെ ഊർജ്ജത്തിന് അർഹയാണോ എന്ന് അവളെ തന്നെ തെളിയിക്കാൻ അനുവദിക്കുക. ഈ മനോഭാവമാറ്റമാണ് ദീർഘകാല ആകർഷണവും ബഹുമാനവും സൃഷ്ടിക്കുന്നത്. സുഹൃത്തേ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായും മാറും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ സ്ക്രീനിൽ ഉണ്ട്, അത് തീർച്ചയായും കാണുക.